ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വാഴപ്പിണ്ടി വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഞാനിവിടെ വാഴപ്പിണ്ടി റൗണ്ടിൽ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിടണം. ഇത് കറയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ, എല്ലാവർക്കും അറിയാം, എങ്കിലും അത് അരിയുന്ന വിധം കൂടെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടിൽ മുറിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈവിരലിലേക്ക് ഇങ്ങനെ ആ നൂലിങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ചെടുക്കും. വളരെ ചെറിയ പീസായിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടണം. ഇപ്പോൾ കറയുള്ളതാണ്, കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് അത് ഇടുന്നത്. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ നൂലിങ്ങനെ ചുറ്റിച്ചെടുക്കണതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. ഇതിനധികം വേവുമില്ല, വെള്ളം ഒഴിച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, ആവിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ വാഴപ്പിണ്ടിയുടെ കൂടെ പരിപ്പും കൂടെ ചേർത്തിട്ടാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് കാണാവേ. അപ്പോൾ വാഴപ്പിണ്ടി എന്ന് വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്, ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നാരുകൾ ധാരാളം ഉള്ളത് കൊണ്ട് ദഹന വ്യവസ്ഥ സുഗമമാക്കുന്നു. പിന്നെ അതുമാത്രമല്ല, നെഞ്ചിരിച്ചിൽ, വയറിലെ അസ്വസ്ഥതകളൊക്കെ ഇല്ലേ, എന്നിവയൊക്കെ കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു വിഭവമാണ്. പിന്നെ ഉയർന്ന കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രണത്തിലാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നാടൻ വിഭവമാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂപ്പിക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരുന്ന കാര്യം മറന്നേക്കല്ലേ കൂട്ടുകാരെ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന കൂട്ടുകാരെ, വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. മാത്രമല്ല, വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ വാഴപ്പിണ്ടിയെല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കണം. കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവിയിൽ ഇത് വേവിച്ചെടുത്താൽ മതി, ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ പരിപ്പും കൂടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഴപ്പിണ്ടിയും പരിപ്പും കൂടെയാണ് ഞാനിവിടെ തോരൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് വെന്തപ്പോഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വാഴപ്പിണ്ടിയിൽ ചേർക്കാനായിട്ട് വേവിച്ച് വെച്ച പരിപ്പ്. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി ഏകദേശം ഒന്ന് വാടി വന്നിട്ടേ ഉള്ളേ, ഒന്നുകൂടെ വേകാനുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കിയിട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം, അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകമാണ് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത്. പിന്നെ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒരുപാട് അരഞ്ഞു പോകേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങാക്കൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വാഴപ്പിണ്ടിയുടെ ഗുണങ്ങൾ പറഞ്ഞാലും തീരില്ല, അത്രയ്ക്കേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ നാടൻ ഒരു വിഭവം. അപ്പോൾ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് മൂത്രത്തിൽ കല്ലുണ്ടാകുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും. പിന്നെ മൂത്രാശയ അണുബാധകൾക്ക് പരിഹാരമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.